ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ സുമംഗലി പൂജയുടെ ദിവസം വന്നെത്തിയപ്പോൾ ജാനകി ഒരുപാട് സന്തോഷത്തോടെയാണ് ഉള്ളത്. വാസുദേവൻ അവർക്ക് നെറ്റിയിൽ സിന്ദൂരം ചാർത്തുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ട് തന്നെ അവർ ആ പൂജയ്ക്ക് വേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്തുമ്പോഴാണ് വാസുദേവൻ ജ്യോതിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മേഘയും കൂട്ടിക്കൊണ്ട് വരുന്നത്. മേഘ ഓഫീസിൽ അത്യാവശ്യമായിട്ട് വർക്കുണ്ട്, ക്ലയൻസ് കാണാൻ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ജാനകി വാസുദേവനെ വിട്ടുകൊടുക്കുന്നതും. അതിനുശേഷം പിന്നെ ജാനകി പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ടാണ് നടത്തുന്നത്. ആ സമയം കൊണ്ട് വാസുദേവനും മേഘയും ശരിക്കും ജ്യോതിയുടെ വീട്ടിലെത്തിയിട്ട് അവിടുത്തെ സുമംഗലി പൂജയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന ചന്ദ്രിക രണ്ടുപേരെയും കൊടുക്കാൻ വേണ്ടി തന്നെ വേഗം ജാനകിയെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ജാനകി ചന്ദ്രിക ആദ്യം എത്ര തന്നെ പറഞ്ഞിട്ടും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അവസാനം ചന്ദ്രിക വെല്ലുവിളിക്കുകയാണ്, നിങ്ങൾക്ക് എൻ്റെ കൂടെ വരാൻ സാധിക്കുമെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ജാനകി ജ്യോതിയുടെ വീട്ടിലെത്തുന്നത്. അപ്പോൾ ജാനകി വരുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച ജ്യോതിയുടെ നെറുകയിൽ സിന്ദൂരം ചാർത്തുന്ന വാസുദേവനെയാണ്. അവർക്ക് അവരുടെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. താൻ ഇത്രയധികം വിശ്വസിച്ചിരുന്ന തൻ്റെ ഭർത്താവ് തന്നെ ഇങ്ങനെയും വഞ്ചിക്കുന്നു എന്നുള്ളത് ജാനകിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കുന്ന കാര്യമായിരുന്നില്ല. അവരുടെ കൺമുന്നിൽ വെച്ചിട്ട് കാണുന്ന കാഴ്ചകൾ അത്തരത്തിലുള്ളതായിരുന്നു. അതേസമയം വാസുദേവനും ജ്യോതിയുടെ സഹോദരനും ഒന്നും ജാനകിയെയോ ചന്ദ്രികയോ കാണുന്നുണ്ടായിരുന്നില്ല. മേഘയ്ക്കൊരു കോള് വന്നത് കാരണം തന്നെ മേഘ അവിടുന്ന് മാറി നിന്നിട്ടാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മേഘയെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ജാനകി അവിടെ വന്നിട്ടുണ്ടായിരുന്ന കാര്യം. മേഘ അവിടെ ഉള്ളത് ജാനകിയും ചന്ദ്രികയ്ക്കും അതും അറിയില്ലായിരുന്നു. അങ്ങനെ ജ്യോതി സിന്ദൂരം ചാർത്തിയതിന് ശേഷം വാസുദേവൻ്റെ കാലിൽ തൊട്ടിട്ട് അനുഗ്രഹം വാങ്ങിക്കുകയാണ്. ഇതൊക്കെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ജാനകി. ശരിക്കും ഒരു ഭാര്യയും ഭർത്താവും എത്ര തന്നെ സന്തോഷത്തോടെയാണ് തൻ്റെ കൺമുന്നിൽ നിൽക്കുന്നതെന്ന് ജാനകിക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ജ്യോതി കാലിലോട്ട് തൊഴുന്ന സമയത്ത് വാസുദേവൻ അവരെ നന്നായിട്ട് അനുഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ദീർഘസുമംഗലിയായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. തൻ്റെ ഭർത്താവാണ് മറ്റൊരു പെണ്ണിനോട്, അതായത് അയാളുടെ ഭാര്യയോട് ഇങ്ങനെ പറയുന്നതെന്ന് ജാനകിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ടായിരുന്നു. തൻ്റെ ഭർത്താവ് ജ്യോതിയെ അനുഗ്രഹിച്ചതിന് ശേഷം അവളോട് പറയുന്നുണ്ട്, ജ്യോതി, ഇത് സുമംഗലി പൂജയ്ക്ക് വേണ്ടി ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിച്ച ചെയിനാണ് എന്ന് പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്നൊരു ചെയിൻ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അതൊക്കെ കാണുന്ന സമയത്ത് ജാനകി ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് ചന്ദ്രികയുടെയും ജാനകിയുടെയും മുന്നിൽ വെച്ച് തന്നെ വാസുദേവൻ ആ ഒരു മാല എടുത്തിട്ട് ജ്യോതിക്ക് അണിയിച്ചു കൊടുക്കുകയാണ്. അതൊക്കെ കണ്ടിട്ട് ജാനകിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് തന്നെയാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ജാനകിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം ജ്യോതി പറയുന്നുണ്ട്, ഈ ചെയിൻ നന്നായിട്ടുണ്ട്. കാരണം ജ്യോതിക്ക് എപ്പോഴും സ്വത്തും സ്വർണവും പണവും ഒക്കെ ഒരു വല്ലാത്തൊരു അതിമോഹം തന്നെയാണല്ലോ. ആ സമയത്ത് വാസു പറയുന്നുണ്ട്, നിനക്ക് ഇനിയൊരു സമ്മാനം കൂടെ വാങ്ങിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്നും ഒരു ചെറിയൊരു ബോക്സ് എടുക്കുകയാണ്. അതിലൊരു മോതിരമാണ് ഉണ്ടായിരുന്നത്. ആ മോതിരം എടുത്തിട്ട് ജ്യോതിയുടെ കൈവിരൽ അണിയിച്ചു കൊടുക്കുകയാണ്. ജാനകി ഇങ്ങനെ അമ്പരന്നാണ് നിൽക്കുന്നത്. ഇത്രയധികം താൻ വിശ്വസിച്ച തൻ്റെ ഭർത്താവാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. തന്നെ പൊന്നുപോലെ നോക്കുന്ന ആ ഒരു സ്നേഹത്തിൽ മൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ഭർത്താവ്, ആ വാസുദേവൻ ഇങ്ങനെ ചെയ്യുന്നുള്ളത് ജാനകിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതേസമയം ചന്ദ്രികയ്ക്കാണെങ്കിൽ അയാളോട് പുച്ഛം തോന്നുവാണ്. വാസുദേവൻ ഒരു കൊച്ചുകുട്ടിയെ എന്ന പോലെയാണ് ജ്യോതിയെ കെയർ ചെയ്യുന്നുണ്ടായിരുന്നത്. അതൊക്കെ കാണുന്ന സമയത്ത് ജാനകിക്ക് വല്ലാതെ സങ്കടം തോന്നുവാണ്. ഇതൊക്കെ തന്നെയല്ലേ തന്നോടും ഇയാൾ കാണിച്ചത് എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ മോതിരം അണിഞ്ഞതിന് ശേഷം ജ്യോതി സന്തോഷത്തോടെ വാസുദേവനോട് പറയുന്നുണ്ട്, ഇത് നന്നായിട്ടുണ്ട്. അപ്പോൾ വാസുദേവൻ സന്തോഷത്തിൽ അതിമറന്ന് നിൽക്കുകയാണ്. ആ സമയത്ത് വാസുദേവനോട് ജ്യോതിയുടെ സഹോദരനും പറയുന്നുണ്ട്, ഇതുപോലെ തന്നെ മരണം വരെ എൻ്റെ സഹോദരിയെ പൊന്നുപോലെ നോക്കണം വാസുദേവ. അവളുടെ സഹോദരൻ്റെ വാക്കുകൾ കൂടി ജാനകിയെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വാസുദേവൻ അതിന് മറുപടി പറയുന്നുണ്ട്, അത് നിങ്ങൾ പ്രത്യേകം പറയണോ? ഇത്രയും നാളായിട്ട് ഞാൻ ജ്യോതിക്ക് എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ? ഇനി അങ്ങോട്ടും ജ്യോതിയെ ഞാൻ അങ്ങനെ പൊന്നുപോലെ തന്നെ നോക്കും. വാസുവിൻ്റെ മറുപടി കേട്ട സമയത്ത് ജാനകിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ടായിരുന്നു. ഭൂമി പിളർന്ന് അതിനടിയിലേക്ക് പോയെങ്കിൽ എന്ന് ജാനകി വിചാരിക്കുകയാണ്. അത്രത്തോളം അവർക്ക് ദേഷ്യവും സങ്കടവും വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വാസുദേവൻ പെട്ടെന്ന് തലതിരിച്ചപ്പോൾ ജാനകിയെ കാണുന്നത്. അയാൾ വല്ലാതെ ഞെട്ടി ഷോക്കായിട്ട് നിൽക്കുകയാണ്. അയാളുടെ ആ ഒരു അവസ്ഥ കണ്ടിട്ടാണ് ജ്യോതിയും അങ്ങോട്ടേക്ക് നോക്കുന്നത്. ജ്യോതിയും ജാനകിയെ കണ്ടപ്പോൾ ഞെട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അവളുടെ സഹോദരനും. അവരെ 3 പേരെയും പ്രതികാരത്തോടെയും ദേഷ്യത്തോടെയും അഗ്നിയുടെ കണ്ണുകളോടെ നോക്കി നിൽക്കുകയാണ് ജാനകിയും അതുപോലെ തന്നെ ചന്ദ്രികയും. ജാനകിയുടെ കണ്ണിൽ നിന്ന് തീയാണ് വന്നുകൊണ്ടിരുന്നത്. ആ തീ വാസുദേവനെയും ജ്യോതിയെയും അവളുടെ സഹോദരനെയും എരിക്കാൻ മാത്രം ശക്തിയുള്ളതുമായിരുന്നു. അതുകൊണ്ട് തന്നെ വാസുദേവൻ പതറിക്കൊണ്ടും പേടിച്ചുകൊണ്ടും നിൽക്കുകയാണ്. ജ്യോതിക്കും കുറച്ചൊരു ഭയം ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ചന്ദ്രികയും ജാനകിയും അകത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വാസുദേവൻ അപമാനത്തോടെയും ഭയത്തോടെയും തലകുനിച്ച് നിൽക്കുകയാണ് കരഞ്ഞുകൊണ്ട്. അപ്പോൾ ജാനകി ദേഷ്യത്തോടെയും വെറുപ്പോടെ ചോദിക്കുന്നുണ്ട്, എന്താ ഇതൊക്കെ? അയാൾക്ക് മറുപടിയൊന്നുമില്ലാതെ അയാൾ തലതാഴ്ത്തിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ജാനകി അയാളോട് പറയുന്നുണ്ട്, എൻ്റെ കണ്ണുകളെ തന്നെ എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. നിങ്ങളാണോ ഇത്രയും തരംതാണ ഒരു പ്രവൃത്തി ചെയ്തത്? ദൈവം തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും ഞാൻ വിശ്വസിക്കും. എന്നാൽ
നിങ്ങളാണ് തെറ്റ് ചെയ്തതെന്ന് ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ലായിരുന്നു. ആ ദൈവത്തിന് മുകളിലാണ് ഞാൻ നിങ്ങളെ വിശ്വസിച്ചിരുന്നത്. ജാനകി സങ്കടത്തോടെ തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. ഒന്നിനും മറുപടിയില്ലാതെ തലയും താഴ്ത്തി കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് വാസുദേവൻ. പെട്ടെന്നാണ് മേഘ കോള് കട്ട് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് വന്നത്. ജാനകിയെ കണ്ടതും മേഘ പെട്ടത് ബാക്കോട്ട് തന്നെ വലിയാണ്. കാരണം അവിടെ വെച്ചിട്ട് അവളെ കൂടി ജാനകി കണ്ടാലുള്ള അവസ്ഥ അവൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. എന്തായാലും വാസുദേവൻ പിടിക്കപ്പെട്ടു എന്നുള്ളത് മേഘയ്ക്ക് മനസ്സിലായി. അപ്പോൾ ജാനകി വാസുദേവനോട് പറയുന്നുണ്ട്, ഇത്രയധികം നിങ്ങളെ വിശ്വസിച്ച് എനിക്ക് തന്നെ നിങ്ങൾ ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്തല്ലോ. ആരും തന്നെ ജാനകിയോട് പ്രതികരിക്കാൻ സാധിക്കാതെ പേടിയോടെയും ഭയത്തോടെയും നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് മേഘ ചിന്തിക്കുന്നുണ്ട്, അയ്യോ, ഈ ചന്ദ്രിക അമ്മായിയും കൂട്ടിയിട്ട് എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? ഇപ്പം എന്താ ചെയ്യുക? മേഘ പേടിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും വാസുദേവൻ ജാനകിയുടെ കാൽക്കീഴിൽ വന്നിട്ട് ഇരുന്നിട്ട് പറയുന്നുണ്ട്, അറിയാതെ ചെയ്തു പോയതാണ് ജാനകി, എന്നോട് ക്ഷമിക്ക് ജാനകി എന്ന് പറഞ്ഞപ്പോഴേക്കും ജാനകി വാസുദേവനെ പൊതിരെ മുഖത്ത് തല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. അയാളാണെങ്കിൽ തിരിച്ചൊന്നും പ്രതികരിക്കാതെ ആ തല്ല് മുഴുവൻ കൊള്ളുന്നുണ്ടായിരുന്നു. പക്ഷേ ജ്യോതിക്ക് അത് കണ്ടു നിൽക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം അവളുടെ ഭർത്താവിനെയാണല്ലോ തല്ലുന്നത്. അപ്പോൾ ജ്യോതിയും അതുപോലെ തന്നെ അവളുടെ സഹോദരനും ഇടയിൽ കയറുകയാണ്. പക്ഷേ വാസുദേവൻ ജാനകിയോട് മാപ്പ് അപേക്ഷിച്ചിട്ട് ഇങ്ങനെ കാൽക്കീഴിൽ തന്നെ നിൽക്കുന്നുണ്ട്. ജാനകിയാണെങ്കിൽ അയാളെ പൊതിരെ തല്ലിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പോ ദ്രോഹി ദ്രോഹി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പൊട്ടി പൊട്ടി കരയാണ്. കാരണം അവർക്ക് ഒരിക്കലും വാസുദേവൻ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുള്ളത് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ജാനകി തല്ലി തല്ലി വാസുദേവനെ പിടിച്ച് തള്ളുകയാണ്. അപ്പോൾ വാസുദേവൻ അവിടെ ജ്യോതിയുടെ കാൽക്കീഴിലായിട്ടാണ് വീഴുന്നത്. ജ്യോതി അവളുടെ സഹോദരൻ ചേർന്നിട്ട് വാസുദേവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചതിന് ശേഷം ജ്യോതി ദേഷ്യത്തോടെ ജാനകിയോട് പറയുന്നുണ്ട്, ഇപ്പം എന്തിനാ നിങ്ങൾ അദ്ദേഹത്തെ തള്ളിയിട്ടത്? ഇവിടുന്ന് ഇറങ്ങി പോവാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ജാനകിയോട് തട്ടിക്കയറുകയാണ്. ജാനകിയാണെങ്കിൽ അവരുടെ ഭർത്താവിനെയാണ് അവർ ചെയ്തത്. എന്നിട്ട് ജ്യോതിക്ക് മുന്നിൽ അങ്ങനെ പകച്ചു നിൽക്കേണ്ടി വരികയാണ്. ആ സമയത്ത് ചന്ദ്രിക വന്നിട്ട് ദേഷ്യത്തോടെ ജ്യോതിയോട് പറയുന്നുണ്ട്, ഏയ് എന്താടി, ചെയ്യേണ്ട തെറ്റൊക്കെ നീ ചെയ്തിട്ട് ആരോടെ ഇറങ്ങിപ്പോവാൻ പറയുന്നേ എന്ന് പറഞ്ഞിട്ട് ജ്യോതിയുടെ കാരണത്ത് പൊട്ടിച്ച് കൊടുക്കുകയാണ്. വാസുദേവനെ ജാനകി തല്ലിയതുപോലെ തന്നെ ജ്യോതിയെ ചന്ദ്രികയും പൊതിരെ തല്ലുന്നുണ്ടായിരുന്നു. വാസുദേവനും ജ്യോതിയുടെ സഹോദരനൊക്കെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചന്ദ്രിക നിർത്തുന്നുണ്ടായിരുന്നില്ല. മേഘ ഉൾപ്പെടെ എല്ലാവരും ഭയന്ന് നിൽക്കുകയാണ്. പക്ഷേ ജാനകി അത് ആഗ്രഹിച്ചതാണെന്ന് അവരുടെ മുഖം കണ്ടാൽ അറിയാം. അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ചന്ദ്രിക ചെയ്തതിലുള്ള ഒരു സംതൃപ്തി അവർക്കുണ്ടായിരുന്നു. അതിനുശേഷം വാസുദേവനോട് അവർ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഇനി എൻ്റെ കൺമുന്നിൽ നിങ്ങളെ കണ്ടുപോകരുത്. നിങ്ങളുടെ മുഖം ഇനി ജീവിതത്തിൽ കാണേണ്ടി വന്നാൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും അത്. ഛി എന്നും പറഞ്ഞിട്ട് ജാനകി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. വാസുദേവൻ പിന്നാലെ കരഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്, ജാനകി ജാനകി പോവല്ലേ ജാനകി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ജാനകി അതൊന്നും മൈൻഡ് വെക്കാതെ അവിടെ നിന്ന് പോവുകയാണ്. അയാൾ പ്രതികാരത്തോടെ ചന്ദ്രികയെ നോക്കുന്നുണ്ട്. ആ സമയത്ത് ചന്ദ്രിക പറയുന്നുണ്ട്, നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് ജാനകി അമ്മായി അവിടെ സുമംഗലി പൂജയ്ക്ക് വേണ്ടുന്ന ഏർപ്പാടുകൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ നിങ്ങളോ ഇവൾക്കൊപ്പം ഇവിടെ സുമംഗലി പൂജ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വാസുദേവൻ ദേഷ്യത്തോടെ ചന്ദ്രികയെ നോക്കി നിൽക്കുകയാണ്. നിങ്ങൾക്ക് നാണയില്ലേ? ചന്ദ്രിക ചോദിച്ച സമയത്ത് വാസുദേവൻ തിരിച്ചു പറയുന്നുണ്ട്, ഏയ് ചന്ദ്രിക, നീ ആഗ്രഹിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചിട്ട് ജാനകിക്ക് മുന്നിൽ എന്നെ ഒറ്റുകൊടുത്തു അല്ലേ? നിന്നെ ഞാൻ വെറുതെ വിടില്ല. അപ്പോൾ ചന്ദ്രിക അതിനെ ഒട്ടും വകവയ്ക്കാതെ പറയുന്നുണ്ട്, നിങ്ങളൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല. എന്നിട്ട് ചന്ദ്രികയെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ സങ്കടത്തോടെ വാസു ജ്യോതിയോട് പറയുന്നുണ്ട്, എന്തൊക്കെയാ ജ്യോതി ഇത്? അപ്പോഴേക്കും മേഘ ഓടി വന്നിട്ട് വാസുവിനോട് ചോദിക്കുകയാണ്, അല്ല മാമ, എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ വന്ന കാര്യം ചന്ദ്രിക അറിഞ്ഞത്? ജാനകി അമ്മായിയും കൂട്ടിക്കൊണ്ടുവന്ന് ഇങ്ങനെ അവൾ ചെയ്യുന്ന സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അമ്മായിക്ക് മുന്നിൽ പിടിക്കപ്പെട്ടുവല്ലോ. അപ്പോൾ വാസു കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അതേ മേഘ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ജാനകി ഇനി അവളുടെ കൺമുന്നിൽ എന്നെ കാണരുതെന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. ഞാനിനി അവളെ എങ്ങനെ സമാധാനിപ്പിക്കും മേഘ? മേഘ കുടുങ്ങരുതെന്ന് ആഗ്രഹിച്ചിട്ട് അവൾ പറയുന്നുണ്ട്, മാമ, നിങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരണ്ട. ഞാൻ വീട്ടിലേക്ക് പോയിട്ട് ജാനകി അമ്മയെ സമാധാനിപ്പിക്കട്ടെ. ഞാൻ പോയതിന് ശേഷം മാത്രം നിങ്ങൾ വന്നാൽ മതി. ശരി മേഘ. വാസുദേവൻ പറഞ്ഞത് കേട്ടതും മേഘ അവിടുന്ന് പോകുന്നുണ്ട്. അവൾ പോയതിനു ശേഷം സങ്കടം കൊണ്ട് വാസുദേവൻ പറയുന്നുണ്ട്, പോയി എല്ലാം പോയി. ചന്ദ്രിക സമർത്ഥമായിട്ട് എന്നെ ഒറ്റുകൊടുത്തല്ലോ. ഇനി സിദ്ധാർത്ഥ് എന്താ ചെയ്യാമെന്ന് എനിക്കറിയില്ല. വാസുദേവൻ നല്ല പരിഭ്രമത്തിലാണ്. പക്ഷേ ജ്യോതി നല്ല ദേഷ്യത്തിലായിരുന്നു. എന്തിനാ നിങ്ങളിങ്ങനെ പേടിക്കുന്നത്? ജാനകി നിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവളെയും വേണ്ടാന്നങ്ങ് പറഞ്ഞേക്കണം. നിങ്ങൾ അവളെ ഒഴിവാക്കിയിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നേക്ക്. എങ്ങനെയായാലും ഒരു നാൾ എല്ലാവരും സത്യം അറിയുക തന്നെ ചെയ്യില്ലേ? അപ്പോൾ വാസു പറയുന്നുണ്ട്, നീ ഒന്ന് മിണ്ടാതിരിക്കുക ജ്യോതി. അടുത്ത മാസം എൻ്റെ മോളുടെ കല്യാണമാണ്. ഞാൻ നിൻ്റെ കൂടെയാണ് ജീവിക്കുന്നത് പറഞ്ഞാൽ എൻ്റെ മോളുടെ ജീവിതം തന്നെ പോയില്ലേ? എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ജ്യോതിയുടെ സഹോദരൻ പറയുന്നുണ്ട്, എന്താ അളിയാ, ഈ ലോകത്ത് ആരും ചെയ്യാത്ത കാര്യമാണോ നിങ്ങൾ ചെയ്തിട്ടുള്ളത്? എന്തിനാ ഇങ്ങനെ അധികം ഭയപ്പെടുന്നത്? ധൈര്യമായിട്ടിരിക്കൂ. എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ വാസുദേവൻ തലതല്ലി പറയുന്നുണ്ട്, അയ്യോ, ഇനി വീട്ടിൽ എന്തൊക്കെയാ പ്രശ്നങ്ങൾ നടക്കാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ.
ശരി ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് വാസു അവിടെ നിന്ന് പോവാണ്. ജ്യോതിക്ക് വല്ലാത്ത സങ്കടമാവുന്നുണ്ട്. അവൾ ഏട്ടനോട് പറയാണ്, എന്താ ഏട്ടാ ജാനകിയെ കൊല്ലാൻ വേണ്ടിയിട്ട് സുന്ദരി ഏർപ്പാടാക്കിയിട്ടെന്ന് പറഞ്ഞിട്ട് എങ്ങനെയാ ജാനകി ഇവിടെ വന്നത്? അപ്പോൾ അവളുടെ സഹോദരൻ പറയാണ്, അത് തന്നെയാണ് മോളെ എനിക്കും മനസ്സിലാവാത്തത്. ജാനകി വീട്ടിലെത്തി ഉടനെ നേരെ പോയത് പൂജാമുറിയിലേക്കാണ്. അവിടെ വെച്ച് ദൈവങ്ങൾക്ക് മുന്നിൽ വെച്ച് അവർ പൊട്ടി പൊട്ടി കരയാണ്. അതിനുശേഷം സ്വയം സങ്കടം പറയുന്നുണ്ട്. ഞാൻ ഇങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് ഒരു കാലത്തും ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് നല്ലൊരു ഭർത്താവിനെയാണല്ലോ തന്നതെന്ന് ആലോചിച്ച് ഞാൻ ഒരുപാട് സന്തോഷപ്പെട്ടിട്ടുണ്ട്. ആരെയാണോ ഞാൻ ദൈവത്തെ പോലെ വിശ്വസിച്ചത്, അയാൾ തന്നെ എനിക്കെതിരെ ഇങ്ങനെയൊരു വിശ്വാസവഞ്ചന ചെയ്തല്ലോ എന്ന് പറഞ്ഞ് ജാനകി കരയാണ്. അവർക്ക് അവരുടെ സങ്കടം അടക്കി നിർത്താൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവർ ദൈവങ്ങളോട് ചോദിക്കുകയാണ്, ആർക്ക് വേണ്ടിയിട്ടാണോ ഞാൻ ഇത്രയും കാലം ജീവിച്ചത്? അയാളാണ് എന്നോട് ഇങ്ങനെ ചെയ്തത്. ഇനി ഞാൻ ആർക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത്? ഞാൻ ജീവിച്ചതിന് ഒരർത്ഥവും ഇല്ലാതെ ആയല്ലോ. ഇത്രയും കാലം ഞാൻ അയാൾക്ക് വേണ്ടി ജീവിച്ചപ്പോൾ അയാൾ എന്നോട് ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഇനി ഞാൻ ജീവിക്കുന്നതിന് ഒരർത്ഥവുമില്ല. അവർ സങ്കടത്തോടെ ദൈവങ്ങളോട് പരാതി പറയാണ്, എൻ്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ, എന്തിനാണ് എനിക്ക് ഇങ്ങനെ ഒരു ജീവിതവും ഇങ്ങനൊരു അവസ്ഥയും തന്നത്? അതിനു മാത്രം ഞാൻ എന്ത് പാപമാണ് ചെയ്തിരുന്നത്? അദ്ദേഹം എന്നെ ചതിച്ചിട്ട് വേറൊരുത്തിയുടെ കൂടെയല്ല ഇത്രയും കാലം ജീവിച്ചത്. അതിനു മാത്രമുള്ള തെറ്റൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നോ? പറ എന്നെ എന്തിനാ ഇങ്ങനെ ഒരു അവസ്ഥയിലാക്കിയത് എന്ന് പറഞ്ഞിട്ട് ജാനകി തൻ്റെ ദേഷ്യം മുഴുവൻ ദൈവങ്ങളോട് തീർക്കുകയാണ്. അവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നിലവിളക്കുകളൊക്കെ അവർ അണച്ച്, അതുപോലെ തന്നെ കോർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പൂവുകളും അവിടെ ബാക്കിയുണ്ടായിരുന്ന പൂവുകളും താലത്തിലുണ്ടായിരുന്ന എല്ലാ അനുഗ്രഹത്തിന് വെച്ച വെറ്റിലയും മുറുക്കും അങ്ങനെ എല്ലാ സാധനങ്ങളും അവർ തട്ടിത്തെറിപ്പിക്കുകയാണ്. എന്നിട്ടും അവർക്ക് അവരുടെ സങ്കടം തീരുന്നുണ്ടായിരുന്നില്ല. അവർ വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവസാനം അവർ ബോധം കെട്ടിട്ട് തൻ്റെ വീൽ ചെയറിൽ നിന്നും താഴെ വീണിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം അവിടെ ശബ്ദമൊക്കെ കേട്ടപ്പോഴാണ് മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നത്. മുത്തശ്ശി നോക്കുന്ന സമയത്ത് ജാനകി അവിടെ ബോധം കെട്ടി കിടക്കുകയാണ്. മാത്രമല്ല പൂജാ സാധനങ്ങളൊക്കെ തെറിപ്പിച്ചിട്ടാണുള്ളത്. അപ്പോൾ അവരിങ്ങനെ സ്വയം പറയാണ്, ഇതെന്ത് പറ്റി? ജാനകി എന്താ ഇവിടെ ബോധം കെട്ടി കിടക്കുന്നത്? പൂജാ സാധനങ്ങളൊക്കെ അലങ്കോലപ്പെട്ടിരിക്കുകയാണല്ലോ. എന്തു പറ്റി? ജാനകി കണ്ണു തുറന്ന് നോക്ക്. ദൈവമേ, ഇവക്ക് എന്താ പറ്റിയത്? മേഘയെ വരെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ മേഘയെ ശബ്ദം ഉയർത്തി വിളിക്കുകയാണ്. കുറച്ചു നേരം വിളിച്ചതിന് ശേഷം മേഘ അങ്ങോട്ടേക്ക് ഓടി വന്നിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും വെള്ളം കൊണ്ടുവന്നിട്ട് ജാനകിയുടെ മുഖത്ത് തളിച്ചെങ്കിലും ഒരുപാട് നേരമായിട്ടും ജാനകി ഉണർന്നിട്ടുണ്ടായിരുന്നില്ല. മേഘയും വല്ലാതെ പരിഭ്രമിച്ചുകൊണ്ടാണ് വിളിക്കുന്നത്, അമ്മായി എണീക്കമ്മായി, അമ്മായി എൻ്റെ മുഖത്തേക്ക് നോക്കമ്മായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവൾ വിളിക്കുന്നത്. ഒരുപാട് നേരം ശ്രമിച്ചതിന് ശേഷം ജാനകിക്ക് ബോധം വന്നിട്ടുണ്ടായിരുന്നു. ജാനകിയെ പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ അവർ പൊട്ടി പൊട്ടി കരയുന്നുണ്ടായിരുന്നു. എന്തു പറ്റി അമ്മായി, എന്തു പറ്റി? മേഘ ഒന്നും അറിയാത്തതുപോലെ ചോദിക്കുകയാണ്. അപ്പോൾ ജാനകി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, മേഘ, എൻ്റെ ജീവിതം വെറുതെ ആയിപ്പോയി മേഘ, എൻ്റെ ജീവിതം വെറുതെ ആയിപ്പോയി. മുത്തശ്ശിക്ക് കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ മേഘയും ചോദിക്കുന്നുണ്ട്, എന്തിനാ അമ്മായി ഇങ്ങനെ കരയുന്നത്? കാര്യം പറയാമ്മായി. മുത്തശ്ശിയും പറയാണ്, ജാനകി കരയാതെ കാര്യം പറ മോളെ. എന്താ കാര്യം എന്ന് പറഞ്ഞാലല്ലേ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ ജാനകി അത് പറയാൻ പറ്റിയൊരു അവസ്ഥയിലായിരുന്നില്ല. അവരപ്പോഴും കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. മേഘയും പറയുന്നുണ്ട്, എന്താ കാര്യം എന്ന് പറ അമ്മായി. അപ്പോൾ ജാനകി കരഞ്ഞുകൊണ്ട് മേഘയോട് പറയാണ്, മേഘ, എൻ്റെ ജീവിതം തന്നെ പോയി, ഇനി ഞാൻ ജീവിക്കുന്നതിൽ അർത്ഥമില്ല. മുത്തശ്ശിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ മേഘ പറയുന്നുണ്ട്, എന്താണെന്നൊന്നും തെളിച്ച് പറ അമ്മായി. മുത്തശ്ശിയും പറയാണ്, അവൾ ചോദിക്കുന്നത് കേട്ടില്ലേ ജാനകി, എന്താ സംഭവിച്ചതെന്ന് പറ. അന്ന് ചന്ദ്രിക വന്നിട്ട് ജ്യോതിക്കും വാസുവിനും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? ആ അതെ, അന്ന് ഞാനത് വിശ്വസിച്ചിരുന്നില്ല. എന്നാ ഇന്ന് എൻ്റെ കൺമുന്നിൽ എനിക്കത് വിശ്വസിക്കേണ്ടി വന്നു ചെറിയമ്മേ. മുത്തശ്ശിക്കും കേട്ട കാര്യം വിശ്വസിക്കാനാവുന്നില്ല. എന്താ ജാനകി നീ പറയുന്നത്? പക്ഷെ മേഘ തലതാഴ്ത്തിയാണ് നിൽക്കുന്നത്. കാരണം അവൾക്ക് ആദ്യമേ അറിയാവുന്ന കാര്യമാണല്ലോ. അവൾ കൂടുതലായിട്ടൊന്നും ചോദിക്കുന്നില്ല. അവളുടെ മുഖത്തൊരു പരിങ്ങലുണ്ട്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ്, എന്താ ജാനകി നീ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതേ ചെറിയമ്മേ, അന്ന് ചന്ദ്രിക പറഞ്ഞത് സത്യമായിരുന്നു. വാസുദേവനും ജ്യോതിക്കും ഒരുപാട് വർഷങ്ങളായിട്ട് ബന്ധമുണ്ട്. മുത്തശ്ശി കേട്ടത് വിശ്വസിക്കാനാവാതെ നെഞ്ചത്ത് കൈവെക്കുകയാണ്. അപ്പോൾ കരഞ്ഞുകൊണ്ട് ജാനകി പറയുന്നുണ്ട്, അതൊന്നും അറിയാതെ ഞാൻ പറ്റിക്കപ്പെടുകയായിരുന്നു ചെറിയമ്മയെ, പറ്റിക്കപ്പെടുകയായിരുന്നു. എന്നെ അയാൾ വഞ്ചിക്കുകയായിരുന്നു ചെറിയമ്മയെ, എന്നെ അയാൾ വഞ്ചിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ജാനകി പൊട്ടിക്കരയാണ്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, അമ്മായി നിങ്ങൾ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, എനിക്കും ഇത് വിശ്വസിക്കാനാവുന്നുണ്ടായിരുന്നില്ല മേഘ. പക്ഷേ അവർ രണ്ടുപേരും കല്യാണം കഴിച്ച് ഭാര്യയും ഭർത്താവുമായിട്ടാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. മുത്തശ്ശി വാ പൊത്തി കേട്ട് നിൽക്കുകയാണ്. ജാനകി പറയുന്നുണ്ട്, ഇതൊന്നും അറിയാതെ ഒരു പൊട്ടിയായിട്ടാണ് ഞാൻ ജീവിച്ചത്, ഒരു പൊട്ടിയായിട്ട്. മേഘയ്ക്ക് സത്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് അവൾ തലതാഴ്ത്തി നിൽക്കുകയാണ്. അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, വാസുദേവനാണോ ഇങ്ങനെയൊക്കെ ചെയ്തത്? അവൻ നിന്നെ ഒരു കൊച്ചുകുട്ടിയെ പോലെയല്ലേ നോക്കിയിരുന്നത്? നിന്നെ കുളിപ്പിക്കുന്നത് മുതൽ ഭക്ഷണം വാരിത്തരുന്നത് വരെ എല്ലാം അവൻ തന്നെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്? മുത്തശ്ശിക്ക് കേട്ടത് വിശ്വസിക്കാനാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ജാനകിയും പറയുന്നുണ്ട്, ചെറിയമ്മേ, എന്നോട് അദ്ദേഹം പെരുമാറിയ ആ ഒരു രീതി വെച്ച് അദ്ദേഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ നല്ല ആളെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. പക്ഷേ എന്നെ അത് വെച്ച് അദ്ദേഹം കബളിപ്പിക്കുകയായിരുന്നു. മേഘ വീണ്ടും പറഞ്ഞു നോക്കുകയാണ്, അമ്മായി, ഞാൻ അറിയുന്ന മാമൻ നിങ്ങളെ ചതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ മേൽ അത്രയ്ക്ക് അദ്ദേഹത്തിന് സ്നേഹമുണ്ട്. നമ്മൾ അദ്ദേഹത്തോട് സംസാരിക്കാതെ അദ്ദേഹത്തെ കുറ്റവാളി ആക്കേണ്ട. അപ്പോൾ കരഞ്ഞുകൊണ്ട് ജാനകി പറയുന്നുണ്ട്, മേഘ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്.
ഇനി അദ്ദേഹത്തോട് ചോദിക്കുന്നതിൽ എന്താ കാര്യമുള്ളത്? അദ്ദേഹവും അവളും ഭാര്യയും ഭർത്താവുമായിട്ട് 10 വർഷമായി ഒന്നിച്ച് ജീവിക്കുകയാണ്. ഞാൻ ഈ അടുത്ത് തന്നെ മരിക്കും, അതിനുശേഷം സന്തോഷത്തോടു കൂടി ജ്യോതിക്കൊപ്പം ജീവിക്കാമെന്ന് വിചാരിച്ചാണ് അയാൾ ഇത്രയും കാലം കാത്തിരുന്നത്. മേഘ, ഇത്രയും കാലം കാത്തിരുന്നത്. മേഘ വീണ്ടും പറഞ്ഞു നോക്കുകയാണ്, മാമനെ പറ്റി അങ്ങനെയൊന്നും പറയല്ലേ അമ്മായി, മാമൻ അങ്ങനെയുള്ള ഒരാളല്ല. അവർ വന്നതിന് ശേഷം നമുക്ക് ഇതിനെക്കുറിച്ച് ചോദിക്കാം. വേണ്ട മേഘ, ഇനി ഇതിനെക്കുറിച്ച് ചോദിക്കാനൊന്നുമില്ല. ഇനി ഞാൻ അയാളുടെ മുഖം പോലും കാണണമെന്ന് ആഗ്രഹിക്കുന്നില്ല. എല്ലാം അവസാനിച്ചു. ഇത്ര വർഷം ജീവിച്ച ജീവിതത്തിന് അർത്ഥമേ ഇല്ലാതായിപ്പോയി. ജാനകി തലതല്ലി കരയാണ്. അതിനുശേഷം സിദ്ധാർത്ഥിനോടും ആരതിയും വന്നു കഴിഞ്ഞാൽ അവരോട് റൂമിലേക്ക് വരാൻ പറഞ്ഞിട്ട് മേഘയോട് റൂമിലേക്ക് ആക്കി കൊടുക്കാൻ പറയുന്നുണ്ട്. മേഘയും മുത്തശ്ശിയും ചേർന്നിട്ട് അവരെ വീൽ ചെയറിൽ ഇരുത്തിയിട്ട് റൂമിലേക്ക് ആക്കി കൊടുക്കുകയാണ്. ജാനകി അവിടുന്ന് പോയതിനു ശേഷം മുത്തശ്ശിയോട് മേഘ പറയാണ്, ഈ ഒരു അവസരം നമ്മൾ പാഴാക്കരുത്. കാരണം വാസുദേവനും ജാനകിയും തമ്മിൽ പിരിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജാനകി മഹേന്ദ്രനൊപ്പം ചേരും. അത് നമുക്ക് നല്ലതിനുള്ളതല്ല. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, പക്ഷെ എന്തു തന്നെ ആയാലും ജാനകിയോട് അവനിങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. പാവം ജാനകി, അവനെ ദൈവത്തെ പോലെയാണ് അവൾ കണ്ടിരുന്നത്. അങ്ങനെയുള്ള അവളോട് അവനിത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഈ വാസുദേവൻ വന്നത് വെറും ഒരു അക്കൗണ്ടൻ്റ് ആയിട്ടാണ്. ജാനകിയെ കല്യാണം കഴിച്ചത് കൊണ്ട് മാത്രമാണ് വാസുദേവൻ അവനെ ഫിനാൻഷ്യൽ ഹെഡൊക്കെ ആക്കി മാറ്റിയത്. എനിക്ക് തോന്നുന്നത് ജാനകി പറഞ്ഞതുപോലെ തന്നെ ഈ ജ്യോതിക്കൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവൻ ജാനകിയെ കല്യാണം കഴിച്ചത്. അതേസമയം മുറിയിലെത്തിയിട്ടുണ്ടായിരുന്ന ജാനകി വാസുദേവൻ്റെയും ജാനകിയുടെയും ഫ്രെയിം ചെയ്ത് വെച്ച ഓരോ ഫോട്ടോസും നോക്കിയിട്ട് സങ്കടത്തോടെ കരയാണ്. എനിക്ക് ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്തല്ലോ എന്ന് ഓർത്തോർത്ത് അവർ കരയുന്നുണ്ടായിരുന്നു. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.